ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? ചിക്കൻ ഒരു 1 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. അത് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 hours നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രയും ടൈം നിങ്ങളിത് മാരിനേഷന് വേണ്ടിയിട്ട് റെഡിയാക്കുക. ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ആയിട്ടുള്ള ഒണിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഗ്രേവിയിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കുക. അതിന് മുന്നേ നമ്മൾ ഒരു പാൻ കത്തിച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതായത് നമ്മൾ ഉള്ളി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് ഇങ്ങനത്തെ ഗ്രേവിയിലേക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ചിക്കനും അതിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് റെഡിയാക്കി എടുക്കുക. കാരണം ഇത് അധികം വേവിക്കേണ്ട സമയമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ ഗ്രേവിയിൽ റെഡിയാക്കും. അങ്ങനെ നമ്മൾ ഗ്രേവിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഉരുളി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം എണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് എണ്ണയെ കാണുന്നുള്ളൂ, കാരണം നമ്മൾ ഫ്രൈ ചെയ്തത് ഒരു 1 കിലോഗ്രാം ചിക്കൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായി ചൂടാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല മിക്സ് ആയിട്ട് വരണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കണക്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെയും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിന് കണക്കാക്കി ഉപ്പ്, പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല മിക്സിൽ ഈ ഒരു ഗ്രേവി പേസ്റ്റ് പോലെ റെഡിയാക്കി എടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ തേങ്ങ വറുക്കണം. അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഉള്ളി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, തേങ്ങ, പിന്നെ കറിവേപ്പിലുണ്ട്, ജീരകമുണ്ട്, പെരിഞ്ജീരകമുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കുക. ഇതേ സമയത്ത് നമ്മൾ ആ ഗ്രേവിയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ബ്രൗൺ കളറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കറി വരുന്നത് തന്നെ നമ്മൾ പച്ച ഉള്ളി കൊണ്ടല്ല, ഈ വറുത്തിട്ടുള്ള ഉള്ളി കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു കളറിൽ എത്തുന്ന കറി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ലെവൽ ഓഫ് മിക്സിങ് എത്തുന്ന സമയത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യാൻ തോന്നുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേവി പോലെ ആക്കുക. കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഗ്രേവി ഒഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഗ്രേവി രൂപത്തിലാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഗ്രേവി എല്ലാ സൈഡ് ചിക്കനിലേക്കും എത്തുന്ന രീതിയിലേക്ക് ആ ഗ്രേവി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ അതിൽ ഓരോ പീസിലും ഈ ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ ഒരു ഗ്രേവി കിടന്നിട്ട് വേണം നമ്മൾ ആ ചിക്കൻ കംപ്ലീറ്റ്ലി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിലെ കളറിലെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉരുളിയിൽ വെച്ചിട്ട് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറായിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന രീതിയിൽ വറുത്തെടുക്കും. നമ്മൾ കറി നന്നായിട്ട് കിടന്ന് തിളയ്ക്കുകയാണ് റോസ്റ്റിലേക്കുള്ള. അതിലേക്ക് ഈ തേങ്ങ വറുത്തതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം കുറച്ചൊന്ന് കട്ടിയാവും നമ്മൾ ആ ഗ്രേവി ഈ തേങ്ങ ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ആ ഒരു മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു റോസ്റ്റ് ആണെങ്കിൽ പോലും കുറച്ചൊരു വാട്ടർ കണ്ടൻറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് ചൂട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കും, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്. പിന്നെ നമ്മൾ ബാക്കി ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര എന്താ പറയുക, ക്രീമി പോലത്തെ ഒരു ടെക്സ്ചറാണ് നമ്മുടെ കറി എത്തിയിട്ടുള്ളത്. അതിലേക്ക് ഇനി കുറച്ച് തക്കാളി മുറിച്ചത്, പച്ച തക്കാളി മുറിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ തിളയ്ക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയില ഇപ്പോൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കും. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഇതാണ് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ ബാക്കി മല്ലിയിലയും കൂടെ കുറേ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. അതിന് തിളപ്പിച്ച് നന്നായിട്ട് ആ ഒരു ഗ്രേവി ഒന്ന് സെറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തിളയൊക്കെ ഒന്ന് മാറി, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് വറ്റി, ഭയങ്കര ടേസ്റ്റി ആൻഡ് എന്താ പറയുക, ഭയങ്കര റെസ്റ്റോറൻറ്റ് ടൈപ്പിൽ മാത്രം കണ്ടുവരുന്ന ഒരു അടിപൊളി, നമുക്ക് പൊറോട്ട ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, പത്തിരി ആയിക്കോട്ടെ, എന്തിനോടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളെന്തായാലും ഈ വീഡിയോ ഇതെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാമിലി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കുക. എന്തായാലും നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗൈസ്.